ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സമജ്ന സമജ്ന മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക, ഈ വാക്കുകൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ സാധാരണയായി പ്രയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പല രീതിയിലും പറയുന്ന കേൾക്കാറുണ്ട്. പക്ഷേ എന്താണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഏത് സമയത്തൊക്കെയാണ് ഇത് പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ക്ലാസ്സിലേക്ക് കിടക്കാം. ഐ അണ്ടർസ്റ്റാൻഡ്. ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നു. അത് കുറേയൊക്കെ നമുക്ക് പറഞ്ഞു തന്നപ്പോൾ നീ പറയുന്നത് മനസ്സിലാക്കുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മേം സമജ്താഹും. മൈം സമജ്താഹും. ഞാൻ മനസ്സിലാക്കുന്നു. മൈം സമജ്താഹും. ഞാൻ മനസ്സിലാക്കുന്നു. ഐ അണ്ടർസ്റ്റാൻഡ്. I understood. I understood. ഐ അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നു. ഐ അണ്ടർസ്റ്റുഡ്. എനിക്ക് മനസ്സിലായി. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായി കഴിഞ്ഞ്. മനസ്സിലായി എനിക്ക്. അപ്പം മയും സമജ് ഗയ. മയും സമജ് ഗയ. എനിക്ക് മനസ്സിലായി. മയും സമജ് ഗയ. എനിക്ക് മനസ്സിലായി. ഐ ഹാഡ് അണ്ടർസ്റ്റുഡ്. ഐ ഹാഡ് അണ്ടർസ്റ്റുഡ്. ഈ ഹാഡ് എന്തുകൊണ്ടാണ് അവിടെ ചേർത്തത്? എനിക്ക് മനസ്സിലായിരുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഞാനത് മനസ്സിലാക്കിയിരുന്നു. നേരത്തെ എനിക്ക് ആ കാര്യം അറിയായിരുന്നു. ഞാൻ നേരത്തെ മനസ്സിലാക്കിയതാണ്. അയാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ നേരത്തെ മനസ്സിലാക്കിയതായിരുന്നു. കഴിഞ്ഞുപോയി. ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞതായിരുന്നു ആ കാര്യം. അങ്ങനെ പറയുമ്പോഴാണ് ഐ ഹാഡ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായിരുന്നു. മയും സമജ് ഗയ ധാ. ഞാൻ പറഞ്ഞു ആയിരുന്നു എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് ധാ ഉപയോഗിക്കുന്നത്. മയും ഞാൻ, സമജ് ഗയ മനസ്സിലാക്കി, ധാ ഇരുന്നു മനസ്സിലാക്കിയിരുന്നു. ഐ ഷാൾ അണ്ടർസ്റ്റാൻഡ്. ഐ ഷാൾ അണ്ടർസ്റ്റാൻഡ്. ഞാൻ മനസ്സിലാക്കും. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കും. നീ ആ കാര്യം മനസ്സിലാക്കും. അല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കും. എങ്ങനെയെങ്കിലും ഞാനത് മനസ്സിലാക്കും. കണ്ടുപിടിക്കും, പഠിക്കും എന്നൊക്കെയുള്ള ഇത് ചെയ്യൂലേ. ഞാൻ മനസ്സിലാക്കി എടുക്കും. ഇപ്പം എനിക്ക് അത് പഠിച്ചിട്ട് തലക്കേറിയുള്ള, പക്ഷെ ഞാൻ മനസ്സിലാക്കി എടുക്കും. മനസ്സിലാക്കും. മയും സമജാവൂങ്ക. മയും ഞാൻ, സമജ് മനസ്സിലാക്കി, എടുക്കും, ജാവൂങ്ക മനസ്സിലാക്കും. ഞാൻ മനസ്സിലാക്കും. മയും സമജ് ജാവൂങ്ക. ഐ ഹാവ് അണ്ടർസ്റ്റാൻഡ്. ഐ ഹാവ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഉണ്ട് എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് എന്തുപയോഗിക്കുന്നത്? ഹാവ്. ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നീ എന്താ വിചാരിച്ചേ? എനിക്കതൊക്കെ മനസ്സിലായിട്ടുണ്ട്. നീ പറഞ്ഞു തന്ന് ഞാൻ മനസ്സിലാക്കിയില്ലെന്നാണോ വിചാരിച്ചത്? എനിക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. മയും സമജ് ഗയാഹും. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മയും സമജ് ഗയാഹും. ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ക്യാൻ എന്നുള്ളത് കഴിയും എന്നുള്ളിടത്ത് പ്രയോഗിക്കുന്ന വാക്കാണ് ക്യാൻ. എനിക്ക് സക്ത. ഹിന്ദിയിൽ ക്യാൻ എന്നുള്ളതിന് സക്ത കഴിയും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മയും സമജ് സക്ത
സക്താഹും. മയും സമജ് സക്തിഹും. എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ പൊട്ടിയാണെന്നൊന്നും വിചാരിക്കേണ്ട, എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. മയും സമജ് സക്താഹും. ഐ മേ അണ്ടർസ്റ്റാൻഡ്. ഐ മേ അണ്ടർസ്റ്റാൻഡ്. ഞാൻ മനസ്സിലാക്കിയേക്കാം. ഇപ്പം മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കോന്നും അറിയില്ല. മനസ്സിലാക്കിയേക്കാം. ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം, ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല. ഇത് രണ്ടിനും ഇടയിലുള്ളതാണ്. ചിലപ്പോൾ മനസ്സിലാക്കിയേക്കാം, ചിലപ്പോൾ പറ്റില്ല. അപ്പം ഐ മേ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഉറപ്പൊന്നുമില്ല, ഞാൻ മനസ്സിലാക്കിയേക്കാം, ഞാൻ പഠിച്ചേക്കാം. ഐ മേ അണ്ടർസ്റ്റാൻഡ്. ഞാൻ മനസ്സിലാക്കിയേക്കാം. മേ ഷായത് ചിലപ്പോഴാണ്, ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ. ഷായത് പറ്റുമെങ്കിൽ, ചിലപ്പോൾ. മയും ഷായത് സമജ് സക്താഹും. മയും ഷായത് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സമജ് സക്താഹും മനസ്സിലാക്കിയേക്കാം. ഇനി ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലാക്കിയേ പറ്റൂ, മനസ്സിലാക്കണം. യു ഷുഡ് ഡു. നീ തീർച്ചയായും മനസ്സിലാക്കണം എന്നുള്ള. നീ ചെയ്തേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ, ഇത് ചെയ്തേ പറ്റൂ, നിന്നെക്കൊണ്ട് പറ്റണം, നിർബന്ധമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷുഡ്. ഒരു ആജ്ഞയാണ്, നീ അത് ചെയ്തേ പറ്റൂ, ചെയ്യണം. അതാണ് ഷുഡ് ഉപയോഗിക്കുന്നത്. ഐ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ മനസ്സിലാക്കണം. മുझे समझना चाहिए. मुझे समझना चाहिए. മുझे എനിക്ക് സമജ്ന ചാഹിയെ മനസ്സിലാക്കണം. ഐ ഹാവിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. ഐ ഹാവിൻറ്റ് അത് നോട്ടാണ്, നെഗറ്റീവ് സെൻറ്റൻസ്. ഐ ഹാവിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല. ഹാവ് ഉണ്ട് എന്നാണെന്ന് പറഞ്ഞു. ഹാവിൻറ്റ് എന്ന് പറയുമ്പോൾ ഇല്ല, നോട്ട്. ഹാവിൻറ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഐ ഹാവിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല. മുझे സമജ് നഹീം ആയ. മുझे എനിക്ക്, സമജ് നഹീം മനസ്സിലായില്ല, സമജ് നഹീം ആയ എൻ്റെ മനസ്സിലേക്ക് അതൊന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ല, മനസ്സിലായില്ല. മുझे സമജ് നഹീം ആയ. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അതും നമ്മൾ ഹാവിൻറ്റ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല. മേരി സമജ് മേ നഹി ആയ. നീ എന്തൊക്കെയോ പറഞ്ഞു. മേരി സമജ് മേ നഹി ആയ. എനിക്ക് മനസ്സിലായേ ഇല്ല. മേരി എൻ്റെ, സമജ് മേ മനസ്സിൽ ഒന്നും ആയില്ല. ആയ നഹി, നഹീമായ. മേരി സമജ് മേ നഹീമായ. ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇന്ന് പലതരത്തിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ്, അണ്ടർസ്റ്റുഡ്, മേ, ഷാൾ, ഷുഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിൽ സക്താഹും, സക്തിഹും, ഹേ, ഹും ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എവിടെ എങ്ങനെയാണ് മാറ്റം വരുന്നത്? ഓരോ സെൻറ്റൻസിനും എന്തർത്ഥമാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഈ സംഗതികൾ എല്ലാ സെൻറ്റൻസ് എന്ത് പറയുമ്പോഴും, ഇതിപ്പോൾ അണ്ടർസ്റ്റാൻഡിൻ്റെ കാര്യം അല്ല, മനസ്സിലാവുക എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ വേറെ ഏത് ക്രിയകളെടുത്താലും ഇതുപോലെ തന്നെയാണ്. നമുക്ക് പറ്റുന്ന കാര്യം, തിന്നുന്ന കാര്യമാണെങ്കിൽ തിന്നാൻ പറ്റും, തിന്നണം, തിന്നേ പറ്റൂ, എനിക്ക് തിന്നേ പറ്റൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതിനൊക്കെ ഈ സെൻറ്റൻസുകൾ അർത്ഥത്തിനനുസരിച്ചാണ് ഓരോന്നിനും സെൻറ്റൻസുകളിൽ മാറ്റം വരുന്നത്. ഓക്കെ. ഇന്ന് ഈ സമജ്ഞയെക്കുറിച്ച് ഉള്ള എല്ലാ ഇതുകളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളിത് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമാകും, അത് തീർച്ച. ഓക്കെ. ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.